നമസ്കാരം, റൺമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കുറുമ്പകര കുരീക്കോട് 10-ാം വാർഡിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയിലും കാറ്റിലും നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. ജീവന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ ഉടമയോട് മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മരങ്ങൾ മുറിച്ചു മാറ്റാതെ ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. പല പ്രാവശ്യം പറഞ്ഞു ഇതുപോലെ കാറ്റും മഴയും വരുമ്പോ അങ്ങേര് ഇങ്ങോട്ട് ഇത് വീണ്ടും അങ്ങേര് ഇവിടെ വന്നൊന്ന് നോക്കിയത് വണ്ടി രണ്ടെണ്ണം അവിടെ കിടക്കുക. ഇതെല്ലാം കൂടെ ഒടിഞ്ഞ് അങ്ങോട്ട് പോയി. ഇതെല്ലാം കൂടെ ചാഞ്ഞ് ഈ പരയുടെ മണ്ടേ വീണു. ആരും ഉത്തരവാദിത്തം പറയും? ആരേലും പറയുമോ? ആരും പറയത്തില്ല. ഞാൻ തന്നെ മേളി മക്കള് അവര് പിന്നെ മോനും കൊച്ചുങ്ങളും എല്ലാം കൂടെ താമസിക്കുന്നത്. അപ്പൊ രാത്രിയെല്ലാം കാണാൻ ഇത് ഇങ്ങോട്ട് വീഴുവാണെങ്കിൽ എന്തോ ചെയ്യും? എത്ര പറഞ്ഞാലും അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ കേൾക്കത്തുമില്ല. അങ്ങനെ ഇത് വീണ്ടും ഇപ്പം 3 ദിവസമായി. അങ്ങനെ ഈ വഴിക്കോട്ട് വന്നു. അതിന്റെ അങ്ങനെ പിന്നെ അവർക്ക് കാശുണ്ടെന്ന് പറഞ്ഞ് പാവങ്ങൾക്ക് ജീവിക്കണ്ടായോ? റബ്ബർ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇതെല്ലാം എപ്പോഴാ ഒടിഞ്ഞു വീഴുന്നതെന്ന് അറിയത്തില്ല. കാറ്റടിച്ചു കഴിഞ്ഞാല് പേടിച്ചായിരുന്നു കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അല്ല, വണ്ടിയൊക്കെ ലോൺ എടുത്തിട്ട് വണ്ടിയൊക്കെ മേടിച്ച് വണ്ടിയിലൊക്കെ ഇത് മരമൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റും? എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാവണമെന്ന് പറയുന്നത്. അധികാരികളിലേക്ക് ഇത് എത്തിക്കുക. പഞ്ചായത്ത് മെമ്പറോട് ഇത് ഇപ്പൊ 2 വർഷം കൊണ്ടേ പറയാൻ തുടങ്ങിയതാ. പുള്ളിക്കാരൻ പറഞ്ഞാലൊന്നും ആരും കേൾക്കത്തില്ല. ആരും വന്നില്ല. ഒറ്റ മനുഷ്യരും ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾ നോക്കുമ്പോൾ വണ്ടിയെ കുറച്ച് ചിലപ്പോൾ ഇങ്ങനെ വണ്ടിയിലോട്ട് അടിച്ചു കിടക്കുക. പക്ഷെ ഇച്ചിരൂടെ മുമ്പോട്ട് പോയിരുന്ന വണ്ടിയൊക്കെ പോയേനെ. ഇനി മഴ വരാനിരിക്കുന്നുള്ളൂ. കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം ഒടിയും. കണ്ടില്ലേ, നിൽക്കുന്ന കണ്ടില്ലേ, മൊത്തം ഇങ്ങനെ നിൽക്കുക, ഒടിഞ്ഞു പോവുക. അതിൻ്റെ കൂടെ ഇങ്ങനെ തോട്ടത്തിനകത്തെല്ലാം കാട് കയറ്റിയിട്ടേക്കുക. ഒന്നും ചെയ്തില്ല. പിന്നെ പ്രായമായവരും കൊച്ചു പിള്ളേരും എപ്പോഴും വണ്ടി പോകുകയും ഒക്കെ ചെയ്യുന്നില്ല. പിന്നെ അസുഖമൊക്കെ ഉള്ളവരൊക്കെയാണ്. നടന്നു പോകുമ്പോഴോ കാറും കൊണ്ട് പോകണ്ടായോ? എപ്പോഴും വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നതായോണ്ടേ നമുക്ക് പേടിയാ. പിള്ളേരൊക്കെ വന്നിട്ട് ലൈനയിലൊക്കെ വീണ് കിടക്കുമായിരുന്നു. പിന്നെ അവർ വന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞ് 2 ദിവസം കറണ്ട് ഇല്ലായിരുന്നു. ഇവിടെ ഇറങ്ങി വന്നപ്പോഴാണ് ശബ്ദം കേട്ടത്. ശബ്ദം കേട്ടോണ്ട് നോക്കിയപ്പോൾ ഇതെല്ലാം കൂടെ ചടപടൂന്ന് റോഡിലും പിന്നെ അയ്യത്തുമായിട്ട് കിടക്കുന്നു. ഞങ്ങൾക്ക് 2 ദിവസമാണ് കറണ്ട് ഇല്ലാതിരുന്നു. ഞങ്ങൾക്ക് വെട്ടം വേണ്ടായോ? അവർക്ക് വെട്ടം മേടിച്ചോണ്ട് അവർ പണക്കാര്. അതുപോലാണോ പാവങ്ങള്? ഇത് മാത്രമല്ലല്ലോ, മേലേപ്പുറത്ത് ശശിയുടെ എന്ന് പറഞ്ഞാൽ ആറുമുള ശശിയുടെ ഉണ്ട്. അതിന് പരാതി കൊടുത്തേക്കുക. അത് വർഷങ്ങൾ കൊണ്ടേ മുറിക്കണം എന്ന് പറഞ്ഞിട്ട് മുറിക്കുന്നില്ല. അതിന് പരാതി കൊടുത്തിട്ടേക്കുക. അയാൾ പിന്നാട്ട് നാളെ ആട്ടെന്ന് പറഞ്ഞിരിക്കുക. അത് മൊത്തം കൂടെ ഷീറ്റ് ആസ്പറ്റാസിന്റെ മണ്ടലുണ്ട് കാര്യങ്ങൾ. റബ്ബറുണ്ട്, മഹാണിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കമ്പോട്ട് തോമച്ചാൻ്റെ അയാൾ മുറിക്കാൻ പറഞ്ഞാൽ അയാൾ മുറിക്കത്തില്ല. അയാൾ പാമ്പും പന്നി വരെ ഇപ്പൊ അവിടെ പന്നി മിറ്റത്ത് വന്നേ വെച്ച് പോയി. അയാളോട് മുറിക്കാൻ പറഞ്ഞാൽ അയാൾ ഓരോ ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വരിക. നമ്മൾ ഒരു വഴക്കിനോ വയ്യാവേലിക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ പറയുന്നത്. മെമ്പറിനെ വിളിച്ച് കാണിച്ച് മെമ്പറൊന്നും അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ അത് കേൾക്കുന്നത്. എന്നിട്ട് കച്ചവടക്കാരെ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്തിട്ട് തടി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. വർഷങ്ങളാവും. എന്നിട്ട് പറയുന്നത് അവര് പറയുന്നത് എന്തോ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞാൽ കാര്യം നടക്കുമോ? എത്ര ദിവസം കൊണ്ട് കറണ്ട് ഇല്ലായിരുന്നു? 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് വെട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. എല്ലാം പ്രായമുള്ള ആൾക്കാരല്ലേ താമസിക്കുന്നത്. ഒരു രാത്രിയിൽ ഒന്ന് വയ്യാതെ വരുവാ. പ്രായമുള്ളവർ കിടക്കുന്നു. ഇപ്പുറത്ത് പിള്ളേർ, അവിടെയും പിള്ളേർ. ഇതെല്ലാം ആശുപത്രിയിൽ പോകണം. എന്തോ ചെയ്യും? ഇനി കമ്പുകൾ ഒടിഞ്ഞു വീഴും. ഇതെല്ലാം ചാഞ്ഞ് നിൽക്കുക. സാധാരണപ്പെട്ടവനെ എവിടെ പോയി കിടക്കും സംഭവിച്ചു കഴിഞ്ഞാൽ? അങ്ങോട്ടുള്ള വീടുകളും പിന്നെ ഷീറ്റിട്ട വീടുകളൊക്കെ അങ്ങോട്ട് 6-7 വീടുകളാണ്. പ്രായമുള്ള ആൾക്കാർ അപ്പുറത്ത് എല്ലാ വീട്ടിലും താമസിക്കുന്നത്. അവരെന്നും ആശുപത്രിയിൽ പോകാം. എന്നും ഇതിലെ വണ്ടി കൊണ്ടുപോകണ്ടായോ? 2 ദിവസം നടത്തി കൊണ്ടുപോകാൻ ഒക്കുവോ? അതിന്റെ ചെവിട് ഒന്നുമില്ല. അത് അയാളുടെ അടുത്ത് മെനഞ്ഞാന്ന് പറഞ്ഞപ്പോ അയാൾ വന്നില്ലല്ലോ. അയാൾ വന്നതുമില്ല. ഈ ഭാഗത്തോട്ട് അയാൾ വന്നിട്ടില്ല. അയാൾ വരത്തില്ല. അധികാരികൾ ഇടപെട്ട് ഇത് മുറിക്കാനുള്ള സെറ്റപ്പ് ആക്കുക. ഇത് മൊത്തം മുറിക്കണം. ഇതിപ്പോ വനം പോലെ കിടക്കുക. അതിൽ ഒരു കമ്പ് വീണായിരുന്നു. ഈ അനിലിന്റെ വാഴ മൊത്തം പോയേനെ. എപ്പോഴും വാഹനം വരുന്ന എപ്പോഴും പോകുന്ന ഇതില് എപ്പോഴും ആട്ടോ പോവും, ബൈക്ക് പോവും, കാറ് പോവും. എല്ലാരും വയ്യാതെ കിടക്കുന്ന മനുഷ്യരാ, സുഖമില്ലാതെ. ഇപ്പോഴും അങ്ങനെ എടുത്തു കൊണ്ടുപോകാനൊക്കെ നടക്കാത്ത മനുഷ്യനാ. അങ്ങനെ ഇച്ചയ്ക്കും നടക്കാൻ വയ്യ. അവർക്ക് 2 പേർക്കും നടക്കാൻ വയ്യാത്തവരാ. അവരെ എടുത്തു കൊണ്ടുപോകാൻ ഒക്കുവോ? ഒക്കത്തില്ലല്ലോ. വണ്ടി വന്നാലല്ലേ നമുക്ക് ഇവിടുത്തെ കാര്യം നടക്കത്തുള്ളൂ. ഇവിടെ വണ്ടി വരണം എല്ലാവർക്കും. ആട്ടോയുടെ മണ്ടയില് 2 എണ്ണം അവിടെ കിടക്കുക. ഇത് അങ്ങോട്ട് പോയെങ്കിൽ അത് മൊത്തവും കൂടെ തകർന്ന് ആട്ടോയും പോവും. പിന്നെ എല്ലാം തകർന്ന് തരിപ്പണോ. ഞങ്ങള് പിള്ളേരെല്ലാം കൂടെ കൂടിയായത് ഇവിടുന്ന് എടുത്ത് എല്ലാം വെട്ടിമാറ്റി ഒക്കെ കളഞ്ഞത്.
ഇനി റോഡിൻ്റെ ഇവിടെ വരെ കിടക്കുമായിരുന്നു. എന്ത് ചെയ്യും? ആട്ടയിലടിക്കാൻ ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. ഇനി ഈ ഒരു കമ്പോടുണ്ട്, കാണാനില്ലേ? ഈ അരിവ് മൊത്തവും ഇങ്ങോട്ട് കിടക്കുക. നിരവധി തവണ പ്രദേശവാസികൾ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. വൃദ്ധരായവരും കുട്ടികളും അടങ്ങുന്ന ജനവാസ മേഖലയാണ് കുരീക്കോട് 10-ാം വാർഡ്. ഈ വാർത്ത കണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ നടപടിയെടുക്കട്ടെ എന്ന പ്രതീക്ഷയോടെ നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.